ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അറബിക് സ്ട്രീറ്റ് ഫുഡായ മർത്തബക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. മൈദപ്പൊടി 2 കപ്പ്, ചിക്കൻ 1/2 കപ്പ്, മുട്ട 1 ഗീ 2 ടേബിൾ സ്പൂൺ, ഉപ്പുപൊടി ആവശ്യത്തിന്, 2 മീഡിയം സൈസ് സവാള, ഇഞ്ചി ഒരു ചെറിയ പീസ്, തക്കാളി 1, പച്ചമുളക് 3-4, വെളുത്തുള്ളി 3-4. ആദ്യം 2 കപ്പ് മൈദപ്പൊടി നന്നായി അരിച്ചെടുക്കുക. മുക്കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ തയ്യാറാക്കാം. അതിനായി വെള്ളം ചൂടാക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കാം. ഉപ്പ് വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ചേർത്ത് ലയിപ്പിച്ച് ഇതിലേക്ക് ചേർത്താലും മതി. ഇതിനുശേഷം ചൂടുവെള്ളം കുറച്ചായി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കണം. ചപ്പാത്തിയും പൂരിയും ഒക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം. ഇതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഗീ ചേർക്കുക. ഇത് നന്നായി കുഴച്ച് ബോളാക്കിയ ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാനൊരു നനഞ്ഞ കോട്ടൺ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്താണ് വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ളത് തയ്യാറാക്കിയെടുക്കാം. നേരത്തെ പറഞ്ഞ സാധനങ്ങളുടെ കൂടെ മല്ലിയിലയും കൂടെ നമുക്കെടുക്കാം. ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലവണ്ണം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം പാനിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അല്പം ഉപ്പും കൂടി ചേർത്ത് ഹാഫ് വേവാക്കി എടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. മല്ലിയില ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ പിച്ചിയെടുക്കാം. ചെറിയ പീസാക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ച മാവിനെ ബോൾസാക്കി മാറ്റി അത് നന്നായി പരത്തിയെടുക്കാം.
എണ്ണ തേച്ചാണ് നമ്മൾ പരത്തുന്നത്. ഈ പരത്തി വെച്ചതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സ്ചർ എടുത്തു വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. മിക്സ്ചർ വളരെ കുറച്ച് ചേർത്താൽ മതി, അധികം കൂടുതലിട്ട് പൊങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതെല്ലാം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിൽ വെച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണയിലിട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മർത്തബക്കിൻ്റെ കളറ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ഡിഷാണ്. If you are interested, please like, share and subscribe my channel and press bell button for further updates. Thank you.